ഇത് ചേനയുടെ ഇലയാണ്. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാരാൻ വെച്ച് നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചീനമുളക് ഇത് മൂന്നും ചേർത്ത്, വെള്ളം ഒഴിക്കണ്ട, നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. ഇത് മൂടി വെക്കേണ്ടതില്ല. മൂടി വെച്ചാൽ ഇത് നല്ല എല്ലാ ഇലകളും വെള്ളം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ തുറന്ന് വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കുക. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഈ പറഞ്ഞ 3 ചേരുവകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എപ്പോഴും എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്ന തോരനുകൾ ചൂട് കനമുള്ള ചട്ടി, അതായത് ചട്ടി കനം കൂടുതൽ വേണം, അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അങ്ങനെയുള്ള ചട്ടിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അടച്ച് വെക്കാതെ വേണം വേവിക്കാൻ. അടച്ച് വെക്കുമ്പോൾ വെള്ളം ഉണ്ടാവും. ഇതിൽ തീരെ വെള്ളമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും. അപ്പം ഇത് കണ്ടില്ലേ, പകുതിയായിട്ട് കുറഞ്ഞു. ചട്ടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. പകുതിയിലേറെ വേവായി. ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങയാണ് ചേർത്തത്. വേറെ ഒന്നും ചേർക്കണില്ല, തേങ്ങ മാത്രം. നമുക്ക് ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. വീട്ടിൽ അച്ചമ്മയൊക്കെ ഉള്ള കാലത്ത് ഇതുപോലെയാണ് തോരനുണ്ടാക്കുക. പയർ, ചേനയുടെ ഇല, മുരിങ്ങയുടെ ഇല, എല്ലാ തോരനും ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യുക. ഇതിലിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. സ്റ്റവ് ഓഫ് ചെയ്യുക. അച്ഛമ്മ പറയും ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് കരിച്ച് പുകച്ചുണ്ടാക്കണ്ട പറയും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇല തോരനുകളൊക്കെ ഉണ്ടാക്കാറ്. എനിക്കിഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.